നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഓർ ഫ്ലിച്ച്ഡ് ബീമാണ്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് ഓർ ഫ്ലിച്ച്ഡ് ബീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അടങ്ങുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് ബീം കൺസിസ്റ്റ് ഓഫ് എ വുഡൻ ബീം ആൻഡ് എ സ്റ്റീൽ പ്ലേറ്റ് ഓർ എ സെക്ഷൻ ജോയിൻറ്റഡ് ടുഗെദർ. അപ്പോൾ ഇതിൽ വുഡും സ്റ്റീലും രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സെക്ഷനാണ് composite beam or a composite section എന്ന് പറയുന്നത്. ഓക്കെ, the joining bolt should be staggered and the distance between the bolts should be more than 4 times of the depth of the beam. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കണക്ഷൻ ബോൾട്ട് പാറ്റേൺ സ്റ്റാഗേർഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോൾട്ട് എന്ന് പറയുന്നത് 4 times the ഡെപ്ത് ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മൂന്ന് ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ സി, നെക്സ്റ്റ് ബി, പിന്നെ എ. ഓക്കെ, സിയിലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചാനൽ ചാനൽ സെക്ഷൻ വെച്ചിട്ടാണ് സ്റ്റീൽ വന്നിരിക്കുന്നത്. സെക്കൻഡ് ഫിഗറിൽ സാധാ റെക്റ്റാങ്കുലർ ആണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് വുഡും സ്റ്റീലും രണ്ട് ഡിഫറെൻറ്റ് ഡെപ്തിലാണ് തേർഡ് ഫിഗർ വന്നിരിക്കുന്നത്. ഓക്കെ, ഫിഗർ എ. ഈ നെക്സ്റ്റ് ഇതിൽ തന്നെ 2 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസാണ് ഈ പറയുന്ന കൺസിഡർ എ ഫ്ലിച്ച്ഡ് ബീം ഷോൺ ഇൻ ദ ഫിഗർ എ ഫിഗർ കണ്ടോ. അവിടെ എന്ന് വെച്ചാൽ സ്റ്റീലും പ്ലേറ്റിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആണ്. സ്റ്റീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് BS/DS ആണ്. ഓക്കെ, BS/DS, BS എന്ന് പറയുന്ന വിഡ്ത്തും DS എന്ന് പറയുന്ന ഡെപ്തും. ഓക്കെ, അതേപോലെ 2 ടിമ്പർ ജോയിസ്റ്റ് ഓഫ് എ സൈസ് B/2 × D. ഓക്കെ, ഒരു ടിമ്പറിൻ്റെ 2 ടിമ്പർ ഉണ്ട് ഇവിടെ, ഒരു സൈഡും മറ്റേ സൈഡും. അപ്പോൾ ഒരു സൈഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് B/2 ക്യാപിറ്റൽ D ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് B പറയാം. ഓക്കെ, B ആയിരിക്കും. അല്ലാതെ സിംഗിൾ നോക്കുവാണെങ്കിൽ B/2 D അവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ക്ലിയർ ആവത്തില്ല കേട്ടോ ഇതിൽ, ഈ ഫിഗറിൽ. അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ലെറ്റ് FW ആൻഡ് FS ബി ദ സ്ട്രെസ്സസ് ഇൻ ദ ടിമ്പർ ആൻഡ് ദ സ്റ്റീൽ റെസ്പെക്റ്റീവ്ലി ആൻഡ് ഓൾസോ EW ആൻഡ് ES ബി ദ കറസ്പോണ്ടിങ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ മോഡുലർ റേഷ്യോ M എന്ന് പറയുന്നത് എന്താണ്? ES/EW. അപ്പോൾ സ്ട്രെയിൻ ഇൻ ദ സ്റ്റീൽ ആൻഡ് ദ ടിമ്പർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് വിൽ ബി ദ സെയിം. അപ്പോൾ ഇവിടെ മോഡുലർ റേഷ്യോ നമുക്കറിയാം M=ES/EW വിച്ച് ഈസ് ഈക്വൽ ടു ES മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ FS/സ്ട്രെയിൻ, FW/സ്ട്രെയിൻ അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ M=FS/FW ആയിരിക്കും കിട്ടുന്നത്. പിന്നെ പറയുന്നത് therefore stress FS in the top of the steel. അപ്പോൾ ഇനി ടോപ്പ് ഓഫ് ദ സ്റ്റീൽ, ആ സ്റ്റീലിൻ്റെ ടോപ്പ് ഭാഗത്തുള്ള FS എന്ന് പറയുമ്പോഴത്തേക്ക് M×FW × DS/2 / D/2 എന്താണോ ആ ഡെപ്ത്, അതായത് സ്റ്റീലിൻ്റെ ഡെപ്ത് /2 ഡിവൈഡഡ് ബൈ വുഡിൻ്റെ ഡെപ്ത് /2 അതാണ് DS/2 / D/2. അങ്ങനെയാണ് സ്ട്രെസ് ഇൻ എ സ്റ്റീൽ അറ്റ് ദ ടോപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് FSൻ്റെ ഫോർമുല കിട്ടും, അതിൽ നിന്നും DSൻ്റെ ഫോർമുലയും കിട്ടും. പിന്നെ പറയുന്നുണ്ട് മാക്സിമം വാല്യൂ ഓഫ് ദ M വിൽ ബി അറൗണ്ട് 20 ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ റേഷ്യോ FS/FW വേരീസ് ബിറ്റ്വീൻ 10 to 18. ഓക്കെ, പിന്നെ വേണ്ടത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ബീമാണ്, MR. മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ബീം MR എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സ്റ്റീൽ പ്ലസ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ വുഡ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം എമ്മിൻ്റെ ഫോർമുല എന്താ? M=F×Z. അപ്പോൾ Z എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ എടുക്കുക, അതേപോലെ വുഡിൻ്റെ എടുക്കുക. അപ്പോൾ നമുക്ക് എന്താ വരും? MR=FS × BS × DS²/6 അത് സ്റ്റീലിൻ്റെ പ്ലസ് FW × BD²/6 ആണ് വുഡിൻ്റെ. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് MRൻ്റെ ഇക്വേഷൻ MR=FW/6D × M × BS × DS³ പ്ലസ് B × D³ ഇങ്ങനെയാണ് ഫസ്റ്റ് കേസിന് വരുന്നത്. അതായത് ഡെപ്ത് ഓഫ് ദ സ്റ്റീലും ഡെപ്ത് ഓഫ് ദ വുഡിൻ്റെ ഡെപ്ത് ഡിഫറെൻ്റ് ആണെങ്കിൽ. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫിഗർ B, അതായത് ഡെപ്ത് ഓഫ് എ സ്റ്റീലും ഡെപ്ത് ഓഫ് ദ വുഡും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ FSൻ്റെ ഫോർമുല ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോർമുല എന്താണ്? FS=M×FW DS/2 / D/2. അപ്പോൾ ഇവിടെ സ്റ്റീലിൻ്റെയും വുഡിൻ്റെയും ഡെപ്ത് സെയിം ആയതുകൊണ്ട് DS വിൽ ബി ഈക്വൽ ടു D ആൻഡ് FW വിൽ ബി ഈക്വൽ ടു FW' ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് FSൻ്റെ ഫോർമുല എന്ന് പറയുന്നത് M×FW' ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് വീണ്ടും MRൻ്റെ ഫോർമുല മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താ വരും? DS=Dയും അതേപോലെ FW=FW' നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് MRൻ്റെ ഇക്വേഷൻ FW'(D²/6 × M × BS + B ആയിരിക്കും കിട്ടുന്നത്. പിന്നെ പറയുന്നുണ്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് FW'
വാല്യൂ എന്ന് പറയുന്നത് അത് പറഞ്ഞായിരുന്നു അല്ലേ മേളിൽ. ഓക്കെ, ഇവിടെ മോസ്റ്റ് ഓഫ് ദ കേസസ് F_W' വിൽ ബി ഈക്വൽ ടു Fs/m will be less than the permissible stress Fw. അതേപോലെ if Fw' is greater than Fw, then Fw will be equal to Fw' എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇത് യൂസ്ഫുൾ ആവുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഇത് ഒരു ടൈപ്പ് പ്രോബ്ലമാണിത്. ഓക്കെ, അപ്പോൾ a flitched beam is composed of a steel plate of 20 mm thickness placed symmetrically between two timbers of size 125 mm by 500 mm. ഇതിൽ തന്നെ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ദ സ്റ്റീൽ പ്ലേറ്റ് ഇഫ് ദ സ്ട്രെസ്സസ് ഇൻ ബിറ്റ്വീൻ ദ മെറ്റീരിയൽ റീച്ച് ദ മാക്സിമം അലവബിൾ സ്ട്രെസ് ആൻഡ് ഇൻ ദാറ്റ് കേസ് ഡിറ്റർമൈൻ ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ ഫ്ലിറ്റ്ച്ഡ് ബീം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ എന്താ, ഡെപ്ത് ഓഫ് ദ സ്റ്റീൽ പ്ലേറ്റ് തന്നിട്ടില്ല, തിക്നെസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡെപ്ത് ഓഫ് ദ സ്റ്റീൽ പ്ലേറ്റ് ആണ്. എന്നിട്ട് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ബീം കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, ഇഫ് ദ ഡെപ്ത് ഓഫ് ദ സ്റ്റീൽ പ്ലേറ്റ് ഇസ് 500 mm then find the moment of resistance MR എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ FSൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, FW തന്നിട്ടുണ്ട്, ES തന്നിട്ടുണ്ട്, EW തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൻ എന്തൊക്കെയാണെന്നെല്ലാം എഴുതുക. നെക്സ്റ്റ് ഡെപ്ത് ഓഫ് ദ സ്റ്റീൽ പ്ലേറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ DSൻ്റെ ഫോമുല നമുക്കറിയാം, 1/m × Fs/Fw × D. M എന്ന് പറയുന്നത് എന്താണ്, ES/EW. രണ്ട് വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് M = 21 കിട്ടും. നെക്സ്റ്റ് DSൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡെപ്ത് 300 മില്ലിമീറ്റർ ആണ് കിട്ടുന്നത്. എന്നിട്ട് MRൻ്റെ ഫോമുല എന്താ, Fw/60 × m × Bs × ds³ + bd³. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് MRൻ്റെ വാല്യൂ കിട്ടും 186 kN/m. അപ്പോൾ നമുക്ക് ഡെപ്തും കാൽക്കുലേറ്റ് ചെയ്തു, MRും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് കേസ് പറയുമ്പോഴത്തേക്ക് സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഡെപ്ത് അവർ 500 തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് MR കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ സ്റ്റീൽ പ്ലേറ്റിൻ്റെയും അതേപോലെ ടിമ്പറിൻ്റെയും എന്താണ് ഡെപ്ത് എന്ന് പറയുന്നത് സെയിം ആണ് ഇവിടെ വന്നിരിക്കുന്നത്, 500 mm ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താവും, DS വിൽ ബി ഈക്വൽ ടു DSഉം FW വിൽ ബി ഈക്വൽ ടു FW' ആണ്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഫോമുല എടുക്കുക, എന്നിട്ട് FS കാൽക്കുലേറ്റ് ചെയ്യുക, FW' കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് MRൻ്റെ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് MR കാൽക്കുലേറ്റ് ചെയ്യുക. ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്. ഓക്കെ, ഇനി ഫ്ലിറ്റ്ച്ഡ് ബീമിൻ്റെ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇതെന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എ ഫ്ലിറ്റ്ച്ഡ് ബീം കൺസിസ്റ്റ് ഓഫ് എ വുഡൻ ജോയിസ്റ്റ് 150 mm വൈഡ് ആൻഡ് 300 mm ഡീപ്പ്. ഓക്കെ, ആ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും, 150 mm വൈഡും 300 mm ഡീപ്പും, സ്ട്രെങ്തൻഡ് ബൈ എ സ്റ്റീൽ പ്ലേറ്റ് 12 mm തിക്ക് ആൻഡ് 300 mm ഡീപ്പ്. ഓക്കെ, ഓൺ എയ്തർ സൈഡ് ഓഫ് ദ വുഡൻ ജോയിസ്റ്റ്. അപ്പോൾ ഇവിടെ ഡെപ്ത് ഓഫ് ദ വുഡും സ്റ്റീലും സെയിം ആണ്. ഓക്കെ, ഇഫ് ദ മാക്സിമം സ്ട്രെസ് ഇൻ ദ വുഡൻ ജോയിസ്റ്റ് ഇസ് 7 Nm/m², ഫൈൻഡ് ദ കറസ്പോണ്ടിങ് മാക്സിമം സ്ട്രെസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ സ്റ്റീൽ. ഫൈൻഡ് ഓൾസോ ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സെക്ഷൻ. ടേക്ക് ES = 20 × EW. അപ്പോൾ അവർ തന്നിട്ടുണ്ട് ES = 20 × EW. അതായത് എന്താ, FSൻ്റെതാണ് ഈ പറയുന്നത്. ഓക്കെ, സോറി, FS അല്ല, എമ്മിൻ്റെ ആണ് ഈ പറയുന്നത്. M എന്ന് പറയുന്നത് എന്താ, മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് എന്താ, മോഡുലാർ റേഷ്യോ ES/EW ആണല്ലോ, ES/EW. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, മാക്സിമം വാല്യൂ ഫോർ M അലൗഡ് എത്രയാണ്, 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് ടേക്ക് ES = 20 × EW. ഇവിടെ 20 എന്ന് പറയുന്നത് M ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗിവൻ തന്നിട്ടുണ്ട് FW = 7 Nm/mm² എന്ന് തന്നിട്ടുണ്ട്. FS = ES/EW × FW. ഫോമുല ഇതെന്ന് വെച്ചാൽ FS = M × FW ഉണ്ടല്ലോ, ആ ഒരു ഫോമാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അതിൽ നിന്നും FS = 20 × EW അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 20 × EW എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് FSൻ്റെ വാല്യൂ 140 Nm/mm² കിട്ടും. ഇനി നെക്സ്റ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലമിൽ ചെയ്തിരിക്കുന്നത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ടിമ്പർ സെപ്പറേറ്റും അതേപോലെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സ്റ്റീൽ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തത്. നമ്മൾ പ്രീവിയസ് പ്രോബ്ലമിൽ എന്തായിരുന്നു ചെയ്തത്,
മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ടിമ്പറും സ്റ്റീലും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോർമുലയിലാണ് നമ്മൾ ചെയ്തത്. അങ്ങനെയും ചെയ്യാം, വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആണ് കിട്ടുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഈ പ്രോബ്ലമിൽ ആദ്യം മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ടിമ്പർ മാത്രം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. FW × BD²/6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടി. അതേപോലെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സ്റ്റീൽ എന്ന് പറയുന്നത് FS × TD². ഇവിടെ ടി എന്ന് എടുക്കണമെന്നൊന്നുമില്ല, BU എടുക്കാം. ഓക്കെ, പക്ഷേ DS-ഉം BS-ഉം അങ്ങനെ കൊടുക്കണമെന്നേ ഉള്ളൂ സ്റ്റീലിന്. ഓക്കെ, അപ്പോൾ TD²/6, അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഇനി ഈ രണ്ട് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എൻറ്റയർ കോമ്പോസിറ്റ് ബീമാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് a flitched beam consists of a 2 wooden joist 100 mm wide and 200 mm deep with a steel plate 140 mm deep and a 10 mm thick placed symmetrically between them. If the maximum stress in the wooden joist be 7 Newton/mm², find out the maximum stress reached in the steel. Find also the moment of resistance of a section. Take ES is equal to 20 EW. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 2 വുഡൻ ജോയിസ്റ്റ് അപ്പുറം ഇപ്പുറം, നടുക്കാണ് ഇവിടെ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ട് ചെയ്തിരിക്കുന്ന ആ ഡെപ്തും വിഡ്ത്തും ഒക്കെയാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ആ ഫിഗറിന് തൊട്ടിപ്പുറത്ത് റൈറ്റ് സൈഡിൽ 2 ഫിഗർ കാണിച്ചിരിക്കുന്നത് സ്ട്രെസ് ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സ്ട്രെസ് അവർ തന്നിരിക്കുന്ന ആ സ്ട്രെസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ന്യൂട്രൽ ആക്സിസ് വെച്ച് ഇതിപ്പം ഇവിടെ FW' ഇവിടെ എന്താ നമുക്ക് വേണ്ടത്, ഇങ്ങനത്തെ സെക്ഷൻ നമുക്ക് FW' ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം FW' കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാക്സിമം സ്ട്രെസ്സിൻ്റെ ടിമ്പർ അറ്റ് 100 mm ഫ്രം ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് FW എന്ന് പറയുന്നത് എത്രയാണ്, 7 Newton/mm² എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ സ്ട്രെസ് ഇൻ ദ ടിമ്പർ അറ്റ് 70 mm ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരും, അത് FW' ആയിട്ട് എടുക്കുക. അങ്ങനെ വരുമ്പോൾ 7/100 ഇറ്റ് ഈസ് ഈക്വൽ ടു FW'/70. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് FW, അതായത് സിമിലർ ട്രയാങ്കിൾസ് എടുക്കുക. ഓക്കെ, സിമിലർ ട്രയാങ്കിൾസ് എടുത്തിട്ടാണ് ഇവിടെ FW' ഈക്വൽ ടു 4.9 Newton/mm² കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇനി വീണ്ടും മാക്സിമം സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത് എന്താ, ആ ഫോമിൽ വെച്ചിട്ട് മാക്സിമം സ്ട്രെസ് ഇൻ സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ടിമ്പറും മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സ്റ്റീലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ടോട്ടൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ മാക്സിമം സ്ട്രെസ് ഇൻ സ്റ്റീൽ 95 Newton/mm² ആണ്. അത് നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി കേട്ടോ, എസ്യൂം ചെയ്താൽ മതി. അങ്ങനെ മാക്സിമം സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത് 95 Newton/mm² ആയിരിക്കും. അത് വെച്ചിട്ട് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പ്രോബ്ലം. ഇതിലും അതേപോലെ തന്നെ ഒരുപാട് മാറ്റമൊന്നുമില്ല. നമ്മൾ ഈ സെക്കൻഡ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ പ്രോബ്ലം. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ ഒരു വുഡനാണ് വരുന്നത്, 1 വുഡ് ബീമും 2 സ്റ്റീൽ ബീമും ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എ ഫ്ലിറ്റ്ച്ഡ് ബീം കൺസിസ്റ്റ് ഓഫ് എ വുഡൻ ജോയിസ്റ്റ് 150 mm wide and 250 mm deep strengthened by steel plate of 10 mm wide and 200 mm deep on either side of the joist. Okay, if the stress in the wood and the steel are not to exceed 7 Newton/mm² and 120 Newton/mm², find out the moment of resistance. Take ES is equal to 20 FW. ഓക്കെ, ഇവിടെ നമ്മൾ ഫിഗർ വരച്ചു. ഓക്കെ, ടോട്ടൽ ഡെപ്ത് 250 ഓഫ് വുഡാണ്, പിന്നെ ടോട്ടൽ ഡെപ്ത് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 200 ആണ്. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഡയഗ്രാം നമ്മൾ വരച്ചു. ഓക്കെ, വുഡിൻ്റെയും സ്റ്റീലിൻ്റെയും വരച്ചു. അതിൻ്റെ ന്യൂട്രൽ ആക്സിസിൽ നിന്നും ഉള്ള ആ ഡിസ്റ്റൻസ് ടോപ്പ് ഓഫ് ദ സെക്ഷൻ വരെ ഉള്ള ആ ഡിസ്റ്റൻസ് എഴുതിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ഹാഫ് ആയിരിക്കും. സെൻട്രോയിഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആ 250 ആണെങ്കിൽ ഡെപ്ത് എന്നുണ്ടെങ്കിൽ 250/2 അതാണ് 125 അവിടെ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അതേപോലെ 200/2 100 ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എസ്യൂം FW is equal to 7 Newton/mm². എന്നത്തെ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട് എന്താ, ഇഫ് എ സ്ട്രെസ് ഇൻ ദ വുഡ് ആൻഡ് ദ സ്റ്റീൽ ആർ നോട്ട് ടു എക്സീഡ് 7 Newton/mm² ആൻഡ് 120 Newton/mm². അതായത് വുഡിൻ്റെത് 7 കൂടാൻ പാടില്ല, അതേപോലെ സ്റ്റീലിൻ്റെത് 120 കൂടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, FW എന്ന് പറഞ്ഞാൽ 7 തന്നെ അങ്ങ് എസ്യൂം ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ്
ആ ഫിഗറിനനുസരിച്ച് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എടുത്തിട്ട് അതിൽ നിന്നും FW' കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് 5.6 Nm/mm² കിട്ടും. പിന്നെ FS = ES/EW × FW' ഫോർമുല. അതായത് നമുക്കറിയാമല്ലോ എന്താ, അതായത് വേരിഡ് ഡെപ്തിന് നമ്മൾ എടുക്കുന്ന ഫോർമുല എടുക്കുക, അതിൽ FS കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടിയത് എത്രയാണ്? 112 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് ഇൻ ദ സ്റ്റീൽ നമുക്ക് <120 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ എന്തായി? സാറ്റിസ്ഫൈ ആയി, അതുകൊണ്ട് സേഫ് ആണ്. ഓക്കെ, നെക്സ്റ്റ് FS = 112 Nm/mm² അറിയാം, FW 7 Nm/mm² അറിയാം. ഇനി എന്താ? ഇനി ടിമ്പറിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ സ്റ്റീലിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട്, ഇല്ലെങ്കിൽ ടുഗെദർ ആയാലും കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആവുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് ടോട്ടൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എടുത്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലിറ്റ്ഡ് ബീംസിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്.